നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെറിയ പേടിയെങ്കിലും ഉണ്ട് എങ്കിൽ ഈമാനുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇബാദത്തിന് ആവേശമുണ്ടാകണമെങ്കിൽ 2 കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ പറഞ്ഞു വന്ന വിഷയം വിജയത്തിൻ്റെ അടയാളമാണ്, അല്ലേ? ഒന്നാമത്തെ അടയാളം തൈസീറു ത്വാഅത്ത്, ഇബാദത്ത് എളുപ്പമാകലാണ്. രണ്ടാമത്തെ അടയാളം വമുവാഫഖതു സുന്നതി ഫീ അഫ്ആലിഹി, വമുവാഫഖതു സുന്നതി ഫീ അഫ്ആലിഹി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ഒരു മുസ്ലിമായ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നബി തങ്ങൾ കാണിച്ചു തന്നതായ സുന്നത്തുകളുണ്ടല്ലോ, നബി തങ്ങളുടെ ചര്യകളുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരലാൻ രണ്ടാമത്തെ അടയാളമാണ് വിജയിച്ചു എന്നതിൻ്റെ. കുറച്ച് സുന്നത്തുകൾ നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം. ഫർദ് നിസ്കാരം കഴിയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമെങ്കിലും, അല്ലേ? കുറച്ചെങ്കിലും സ്വലാത്ത്, കുറച്ചെങ്കിലും ദിക്റുകൾ ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 1000 10,000 നമ്മൾ ചെയ്തില്ല എങ്കിലും പ്രശ്നമില്ല. കുറച്ചെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അത് നിത്യമാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിച്ചവരുടെ ലിസ്റ്റിൽ നമ്മെ ഉൾപ്പെടുത്തും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യഅതി സമാനുൻ അലാ ഉമ്മതി അൽ മുഹാഫിളു ഫീഹി അലാ ദീനിഹി കൽ ഖാബിളി അലൽ ജംരി ഔ കമാ ഖാല അലൈഹി സലാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യഅതി അലാ ഉമ്മതി സമാൻ, എൻ്റെ ഉമ്മത്തിൽ ഒരു കാലഘട്ടം കടന്നു വരുന്നതാണ്. അൽ മുഹാഫിളു ഫീഹി അലാ ദീനിഹി, ആ കാലഘട്ടത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ, ആദർശങ്ങൾ മുറുകെ പിടിക്കുന്നവരായ ആളുകളോ, ഇസ്ലാമിന്റെ നിയമങ്ങളെ സംരക്ഷിക്കുന്നവരായ ആളുകളോ, കൽ ഖാബിളി അലൽ ജംരി, ഒരു തീക്കണലെടുത്തിട്ട് തന്റെ പള്ളയിലേക്ക് വെച്ചിട്ടൊന്ന് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം പ്രയാസമാണോ ബുദ്ധിമുട്ടാണോ നമുക്കുണ്ടാവുന്നതോ അത്രത്തോളം പ്രയാസമായിരിക്കുമെന്നോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് അത്രത്തോളം പ്രയാസമുള്ള കാലഘട്ടമായിരിക്കും. ആ കാലഘട്ടത്തിലോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ഷഹീദ്. എൻ്റെ ഉമ്മത്തിന്റെ ഫസാദിന്റെ കാലഘട്ടത്തിലോ, എൻ്റെ ഉമ്മത്തിന്റെ ഫസാദിന്റെ കാലഘട്ടത്തിലോ ഏതെങ്കിലും ഒരു മനുഷ്യൻ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ തലയിൽ തുപ്പി വെച്ച് കഴിഞ്ഞാൽ, താടി വെച്ച് കഴിഞ്ഞാൽ, സുന്നത്തായ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ഉണ്ടല്ലോ, ആ സ്വലാത്ത് തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫലഹു അജ്റു മിഅതി ഷഹീദ്, 100 ഷഹീദിന്റെ കൂലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത്. 1ഉം 2ഉം ഷഹീദിന്റെ കൂലിയല്ല പ്രിയപ്പെട്ടവരെ, 100 ഷഹീദിന്റെ കൂലി പടച്ച റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ കൊടുക്കുമെന്നോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. 100 ഷഹീദിന്റെ കൂലിയാണ്, നിസ്സാരമായ കാര്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് അവസാന കാലഘട്ടത്തിലേക്ക് കടന്നു പോകുന്ന നിമിഷങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് മാക്സിമം സുന്നത്തുകൾ കൊണ്ടുവരണം. ഇന്ന് യുക്തിവാദികളുടെ, നിരീശ്വരവാദികളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ പറയുമ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാലഘട്ടം. മുസ്ലിമീങ്ങൾ തന്നെ എക്സ് മുസ്ലിം എന്നറിയപ്പെട്ടുകൊണ്ട് എത്രയോ ആളുകളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്കൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ചെറുപ്രായത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കണം.
അള്ളാഹുവിൻ്റെ ഇസ്ലാമിൻ്റെ നിയമങ്ങളെക്കുറിച്ച് ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, ശീലിപ്പിക്കണം. ഇല്ല എങ്കിൽ നമ്മുടെ മക്കളെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം അവരെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഇത്തരം ദുരവസ്ഥയിലേക്ക് കടന്നു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഭൗതികവും ആത്മീയവും എല്ലാം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. നല്ല ചിട്ടയിൽ, നല്ല നിഷ്ഠയിലായിരിക്കണം നമ്മുടെ മക്കളെ നാം വളർത്തേണ്ടത്. ചെറുപ്രായത്തിൽ തന്നെ അങ്ങനെ ശീലിപ്പിക്കണം. ഇല്ല എങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ നീക്കുപോക്കുകൾ വളരെ മോശമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു കാര്യമാണ് സുന്നത്തുകൾ. നിസ്സാരമായി ഒന്നും നമ്മൾ കാണാൻ പാടില്ല എന്നാണ്. ബഹുമാനപ്പെട്ട അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി, അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പേര് പറയുമ്പോൾ ഉസ്താദുമാർക്കൊക്കെ നല്ല പരിചയമുള്ളൊരു പേരാണ്. അബൂദാവൂദ് എന്ന് ഒരു ഹദീസിൻ്റെ കിതാബിൻ്റെ പേര് തന്നെയുണ്ട്. വലിയ പണ്ഡിതനാണ്, മഹാനാണ്. അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സന്ദർഭത്തിൽ ഒരു യാത്ര പോവുകയാണ്. അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ കപ്പലിൽ കയറി ഇരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർക്ക് പെട്ടെന്ന് എന്തോ ഒരു ഓർമ്മ വന്നു. ഉടൻ തന്നെ തനിക്ക് കരയിലേക്ക് പോയിട്ട് തിരിച്ചു വരണം. അന്വേഷിക്കുമ്പോൾ കപ്പലിൽ നിന്നും പുറത്തേക്ക് പോകണമെങ്കിൽ അന്നത്തെ കാലഘട്ടത്തെ വിലപിടിപ്പുള്ള ഒരു ദിർഹം ചെലവഴിക്കണം. അന്നത്തെ കാലഘട്ടത്തിൽ വിലപിടിപ്പുള്ളതാണ് ഒരു ദിർഹം. ആ ഒരു ദിർഹം ചെലവഴിച്ചാൽ മാത്രമേ കരയിലേക്ക് പോയിട്ട് കടന്നു വരാൻ കഴിയുള്ളൂ. കാരണം കപ്പൽ നങ്കൂരമിടുന്നത് കരയിൽ നിന്നും കുറച്ച് മാറിയിട്ടാണ്. നമുക്കറിയാലോ, ചെറിയ ബോട്ടോ അല്ലെങ്കിൽ വള്ളമോ ഒക്കെ വിളിച്ചിട്ടായിരിക്കണം പോകേണ്ടത്. അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു. പക്ഷേ അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അന്വേഷിക്കുമ്പോൾ ഒരു ദിർഹമാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, പ്രശ്നമില്ല, ഒരു ദിർഹം ചെലവഴിച്ചുകൊണ്ട് എനിക്ക് കരയിലേക്ക് പോയിട്ട് മടങ്ങി വരണം. അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ കരയിലേക്ക് പോയിട്ട് മടങ്ങി വന്നു. ഒരു സീറ്റിൽ അവിടെ ഇരിക്കുമ്പോൾ തന്റെ സഹയാത്രികരായ ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, അല്ലയോ അബൂദാവൂദ് തങ്ങളെ, നിങ്ങൾ എന്തിനാണ് ഇത്രത്തോളം വിലപിടിപ്പുള്ള ഈ ഒരു ദിർഹം ചെലവഴിച്ചുകൊണ്ട് കരയിലേക്ക് പോയിട്ട് വന്നത്? അതിന്റെ കാരണം എന്താണ്? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവണമല്ലോ. ബഹുമാനപ്പെട്ട അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഞാൻ ഇങ്ങോട്ട് വരുന്ന ആ സമയത്ത് ഒരു മനുഷ്യൻ എന്റെ തൊട്ടടുത്ത് നിന്ന് തുമ്മി. മനസ്സിലായില്ലേ? തൊട്ടടുത്ത് നിന്ന് തുമ്മുകയും അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ അതിന് റിപ്ലൈ കൊടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ തിരക്കിലായിപ്പോയി. തശ്മീത്ത് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല, മറന്നുപോയി. ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോഴാണ് ആ തശ്മീത്തിന്റെ ഓർമ്മ വരുന്നത്. യർഹമുക്കുല്ലാഹ് യർഹമുക്കുമുല്ലാഹ് എന്ന് ഞാൻ പറയാൻ പോയതാണ് എന്ന് അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഒരു ദിർഹം ചെലവഴിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തെടുക്കാൻ, തശ്മീത്ത് പറയുക എന്നുള്ള നബി തങ്ങളുടെ സുന്നത്തെടുക്കാൻ അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി പോയത്രേ. ഞാൻ അങ്ങനെ ഇർഹമുക്കുമുല്ലാ എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ യഹ്ദീകുമുല്ലാ എന്ന് പറഞ്ഞ് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു തആല സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടില്ലേ, പിന്നെ എന്തിനു പേടിക്കണം? അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന സുന്നത്തുകളാണ്. നമ്മളൊക്കെ നിസ്സാരമായി കാണും. ആരെങ്കിലും തുമ്മിയാൽ അവൻ അവൻ്റെ പാട്ടിന് പോട്ടെ, ഞാനെന്തിനാ പറയുന്നത്, ഞാനെന്തിനാ അവനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്? ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. സലാം പറയുന്നതിന് പ്രത്യേകതയുണ്ട്. സുന്നത്താണ് സലാം പറയുക എന്നുള്ളത്. ആ സലാമിലൂടെ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. തൻ്റെ സഹോദരന് വേണ്ടി ആ ദുആ സ്വീകരിച്ചാൽ അള്ളാഹുവിന്റെ രക്ഷയുണ്ടായില്ലേ? ആ മനുഷ്യൻ തിരിച്ച് റിപ്ലൈ നൽകുമ്പോഴോ അതുപോലെ നിങ്ങൾക്കും അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകും. അതുകൊണ്ട് നിസ്സാരമായി ഒരിക്കലും സുന്നത്തിനെ തള്ളിക്കളയരുത്. ഒരിക്കലും നിസ്സാരമായി തള്ളിക്കളയാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന്റെ പ്രത്യേകതയാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. വിജയത്തിന്റെ മൂന്നാമത്തെ അടയാളം വഹുസ്നു അഖ്ലാഖിഹി വഹുസ്നു അഖ്ലാഖിഹി, ഒരു മനുഷ്യന്റെ സ്വഭാവം നന്നാവുക എന്നുള്ളതാണ്. സ്വഭാവം നന്നായാൽ രക്ഷപ്പെട്ടില്ലേ? അതെങ്ങനെ തിരിച്ചറിയും? സ്വഭാവം രണ്ട് രൂപത്തിലാണ് ഉള്ളത്. അള്ളാഹുമായി ബന്ധപ്പെട്ട സ്വഭാവം, സൃഷ്ടികളുമായി ബന്ധപ്പെട്ട സ്വഭാവം. രണ്ട് സ്വഭാവം. അള്ളാഹുമായി ബന്ധപ്പെട്ട സ്വഭാവം എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി അവന്റെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക.
സൃഷ്ടികളോട് ബന്ധപ്പെട്ടത് അവരോട് മാന്യമായി പെരുമാറുക എന്നുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, ഒരു ജനതയും മറ്റൊരു ജനതയെ പരിഹസിക്കരുതേ, നിങ്ങൾ പരസ്പരം കളിയാക്കുന്നവരായി മാറരുതേ. അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും, അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ പരിഹസിക്കുന്നവരായ ആളുകളുണ്ടല്ലോ, നിങ്ങൾ കളിയാക്കുന്നവരായ ആളുകളുണ്ടല്ലോ, നിങ്ങളെക്കാൾ ഉത്തമന്മാരായ ആളുകളായേക്കാം. അതുകൊണ്ട് നിങ്ങൾ കളിയാക്കരുതേ. വലാ നിസാഉം മിൻ നിസാ, ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയെ കളിയാക്കരുതേ. സ്ത്രീ സമൂഹത്തോടും അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു, പുരുഷന്മാരോട് പ്രത്യേകിച്ച് പറയുന്നു, സ്ത്രീകളോടും പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വലാ നിസാഉം മിൻ നിസാ, സ്ത്രീകളും മറ്റ് സ്ത്രീകളെ പരസ്പരം പരിഹസിക്കരുതേ. അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന, അങ്ങനെ കളിയാക്കുന്നവരായ ആളുകളുണ്ടല്ലോ, നിങ്ങളെക്കാൾ അവർ ഉത്തമന്മാരായ ആളുകളായേക്കാം. അതുകൊണ്ട് നിങ്ങൾ കളിയാക്കരുതേ എന്നോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനു ജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ. വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലയോ വിശ്വാസികളായ ആളുകളെ, ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി, നിങ്ങളുടെ ധാരണകളുണ്ടല്ലോ, അധിക ധാരണകളെയും നിങ്ങൾ വർജിക്കണേ, നിങ്ങൾ ഒഴിവാക്കണേ. കാരണം എന്തെന്നറിയോ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ, അങ്ങനെയുള്ള ചില ധാരണകളുണ്ടല്ലോ, അത് വലിയ പാപമായി മാറാം. അതുകൊണ്ട് അങ്ങനെയുള്ള ധാരണകൾ പോലും വെച്ച് പുലർത്താൻ പാടില്ല എന്നോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അങ്ങനെയുള്ള ധാരണ പോലും പാടില്ല എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോ അവരെ കുറിച്ച് കുറ്റം പറയുന്നതോ ഒറ്റുകൊടുക്കുന്നതോ മറ്റുള്ള ആളുകളെ കളിയാക്കുന്നതോ എത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യന്റെ സ്വഭാവം നന്നാവുക എന്ന് പറഞ്ഞാൽ നാട്ടിൽ മാത്രമല്ല നന്നാകേണ്ടത്, പരിസരത്തും നാട്ടിലും മറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ നല്ല സ്വഭാവമുള്ള മനുഷ്യനാണ്, നല്ല ടിപ് ടോപ്പായി ഇങ്ങനെ നടക്കുന്നുണ്ട്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ വീട്ടിൽ വന്നാൽ നേരെ ഓപ്പോസിറ്റ്. ഭാര്യയോട് കയർത്ത് സംസാരിക്കും, ശക്തമായി ചൂടായിട്ട് സംസാരിക്കും, മക്കളോട് പരുഷമായ സംസാരമാണ്. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ പാടില്ല. ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായ രൂപത്തിൽ പഠിപ്പിക്കുന്നു, ഒരു ഭർത്താവ് എങ്ങനെയാകണം, ഒരു ഭാര്യ എങ്ങനെയാകണം, മക്കളുടെ മുമ്പിൽ ഒരു പിതാവ് എങ്ങനെയാകണം. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെ സ്വഭാവം നന്നാകണം. നമ്മുടെ സ്വഭാവം നന്നാകണമെങ്കിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദേഷ്യം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. കോപമുണ്ടാകുമ്പോൾ അതിനെ അടക്കി നിർത്തുക എന്നുള്ളതാണ്, അല്ലേ? ദേഷ്യപ്പെടുന്ന ആളുകൾ കാണും, പെട്ടെന്ന് ചൂടാവും. ചില ആളുകൾ പെട്ടെന്ന് വയലന്റ് ആകാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയണമെന്നാണ്. ആ മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അവന്റെ സ്വഭാവം നന്നാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി നമുക്കറിയാലോ ആരാണ് ഷാഫിഈ ഇമാം? നമ്മുടെ മദ്ഹബിന്റെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി എന്തുണ്ട് എങ്കിലും കോപിക്കില്ല. ഏത് നെഗറ്റീവായ വിഷയത്തെയും പോസിറ്റീവാക്കി മാറ്റുന്ന വ്യക്തിത്വമാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ഒരിക്കൽ മഹാനവറുകൾ ഒരു ഖമീസ് തയ്ക്കാൻ വേണ്ടി ഒരു ടൈലറുടെ അടുക്കിലേക്ക് കൊണ്ടുപോയിട്ട് കൊടുത്തു. അദ്ദേഹം ഖമീസ് തയ്ച്ചിട്ട് ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് കൊടുത്തു. ഷാഫി ഇമാം ആ ഖമീസ് ഇട്ട് നോക്കുമ്പോൾ ഒരു കൈ നല്ല ടൈറ്റാണ്,
മറ്റേ കൈ നല്ല ലൂസുമാണ്. എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ ഒരു ഷർട്ട് തയ്ക്കാൻ വേണ്ടി ഒരു ടൈലറുടെ അടുക്കിലേക്ക് കൊണ്ടുപോയി അദ്ദേഹം തയ്ച്ചു കൊണ്ട് വന്നതിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹാൽ എന്തായിരിക്കും? അല്ലേ? ദേഷ്യം വരൂലേ? പക്ഷെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ അതിനെയും പോസിറ്റീവാക്കി എടുക്കുകയാണ്. മഹാനവറുകൾ പറഞ്ഞു അത്രേ, ഈ ഖമീസ് ഞാൻ ഇടുമ്പോൾ ആദ്യമായി ബഹുമാനപ്പെട്ടവർ ഇട്ടതിന് ശേഷം ടൈറ്റായ കയ്യിൽ പിടിച്ചിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഞാൻ എപ്പോഴും എഴുതുന്ന ആളാണ്. ഷാഫിഈ ഇമാം എപ്പോഴും ഇങ്ങനെ എഴുതുന്ന ആളാണ്. അപ്പൊ എഴുതുമ്പോൾ ഈ ടൈറ്റ് ആയിരിക്കുന്നത് കൊണ്ട് അതൊരു ഡിസ്റ്റർബ് ഇല്ലാതിരിക്കും, നല്ല റാഹത്തായിട്ട് എനിക്ക് എഴുതാൻ കഴിയും. ഒന്നാമത്തത്. രണ്ടാമത്തെ കൈ നല്ല ലൂസാണ്, ചൂടെടുക്കുന്ന സമയത്ത് മുകളിലേക്ക് കയറ്റി വെക്കാൻ ഇതൊരു റാഹത്താണ് എന്ന് ഇമാം ഷാഫിഈ ഇമാം പറഞ്ഞു വന്ന് മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിക്കുന്നതായി കാണാം. അവിടെ എല്ലാ കാര്യങ്ങളെയും ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പോസിറ്റീവാക്കി എടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം അത്. പക്ഷെ നമ്മളാണെങ്കിൽ ഉടൻ പോവും, ചീത്ത വിളിക്കും, എടുത്ത് മണ്ടയിൽ എറിഞ്ഞു കൊടുക്കും, ഇതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെയായിരുന്നു മഹാന്മാരായ ഉലമാക്കൾ, സ്വഹാബത്ത് അങ്ങനെയായിരുന്നു. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ അടിമയെ വിളിക്കുകയാണ്, ഏ അബ്ദുല്ലാഹ്. ഒരു വട്ടം വിളിച്ചു, അലി റളിയല്ലാഹു അൻഹുവിന്റെ അടിമ വിളി കേട്ടില്ല. രണ്ടാമതും വിളിക്കുന്നു, യാ അബ്ദുല്ലാഹ്. അടിമ വിളി കേൾക്കുന്നില്ല. മൂന്നാമതും അലി റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്, യാ അബ്ദുല്ലാഹ്. ആ സമയത്തും വിളി കേൾക്കുന്നില്ല. അലി റളിയല്ലാഹു തആല അൻഹു ഉടൻ തന്നെ ആ അടിമയുടെ അടുക്കലേക്ക് പോയിട്ട് തോളിൽ തട്ടിയിട്ട് ചോദിച്ചു, ചെവിയക്കമയെ എന്ത് പറ്റി? അലി റളിയല്ലാഹു അൻഹുവിനോട് ആ അടിമ പറഞ്ഞു, അലിയാര് തങ്ങളെ, എനിക്ക് കേൾക്കുന്നുണ്ട്, ഞാൻ എല്ലാം കേട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാണ്, അങ്ങയൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു, അങ്ങയുടെ ക്ഷമ എത്രത്തോളം ഉണ്ട് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ മിണ്ടാതിരുന്നത് എന്ന് ഒരു അടിമ തന്റെ ഉടമയോട് പറയുന്ന അവസ്ഥ. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു തന്റെ അടിമയോട് പറഞ്ഞു അത്രേ, അന്ത ഹുർറുൻ ലിവജ്ഹില്ലാഹി തആല, അന്ത ഹുർറുൻ ലിവജ്ഹില്ലാഹി തആല. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അവന്റെ പൊരുത്തത്തിന് വേണ്ടി നീ ഇതാ സ്വതന്ത്രനായി മാറിയിരിക്കുകയാണ്, അടിമത്തത്തിൽ നിന്നും മോചനം കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളാണെങ്കിൽ ബെടലിക്ക് പറ്റിക്കും, അല്ലേ? ഉടമ പറയുന്നത് മുഴുവൻ കേൾക്കേണ്ട ആളാണ് അടിമ എന്ന് പറയുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. ഇന്ന് അടിമ സമ്പ്രദായമില്ല. പക്ഷേ ആ അടിമയാണ് തന്റെ ഉടമയെ പരീക്ഷിച്ചു നോക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറഞ്ഞത്, അന്ത ഹുർറുൻ ലിവജ്ഹില്ലാഹി തആല, അല്ലാഹുവിന് വേണ്ടി നീ അതാ സ്വതന്ത്രനായിരിക്കുന്നു, നീ രക്ഷപ്പെട്ടു. എത്രത്തോളമാണ് ആ ഒരു ക്ഷമ എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തങ്ങളുടെ വീട്ടിലിരിക്കുന്ന സമയത്ത്, ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ ചരിത്രങ്ങൾ പറയുന്നത് നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ ഉറങ്ങിപ്പോവും. ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടിയാണ് ഈ ചരിത്രങ്ങൾ ഇങ്ങനെ കുട്ടി പറയുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ ഐഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലാണ് ഇരിക്കുന്നത്. മറ്റ് ഭാര്യയുടെ വീട്ടിൽ നിന്നും വിഭവസമൃദ്ധമായ ഭക്ഷണവുമായിട്ട് ആ ഭാര്യ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഐഷ റളിയല്ലാഹു തആല അൻഹയും വീട്ടിലിരിക്കാൻ. ഐഷ റളിയല്ലാഹു തആല അൻഹ ചെറിയ ദേഷ്യത്തിലായിരുന്നു. മനുഷ്യനാണല്ലോ, അങ്ങനെയൊക്കെ സംഭവിക്കും. ലോകത്തുള്ള ജനങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്, അതല്ലാതെ അവരെ കുറ്റപ്പെടുത്താനോ മോശമായി അവരെ ചിത്രീകരിക്കാനോ നമ്മൾ പാടില്ല. അവരുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ലോക ജനതകൾ ഇത് കണ്ടുകൊണ്ട് പഠിക്കണം. മുത്തുനബി തങ്ങളുടെ പ്രവൃത്തിയും നബി തങ്ങളുടെ സ്വഭാവവും ലോക ജനതകൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഐഷ റളിയല്ലാഹു തആല അൻഹ ചെറിയ ദേഷ്യത്തിലായിരുന്നു. ഭക്ഷണവും കൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ഒരൊറ്റ തട്ട് കൊടുത്തു. ഭക്ഷണം മുഴുവനും തെറിച്ചങ്ങ് പോയി. പ്ലേറ്റ് തറയിൽ വീണു, തകർന്ന് തരിപ്പണമായി പോയി. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് പിറക്കിയെടുത്തു എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഭാര്യയാണെങ്കിലോ, നമ്മുടെ ഭാര്യ നമുക്കിഷ്ടമുള്ള ഒരു ഭക്ഷണം ഒരാൾ കൊണ്ടുവന്ന് പുറത്തുനിന്ന് ഭാര്യ തട്ടിക്കളഞ്ഞു, നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ആ ഭാര്യയുടെ പല്ല് പിറക്കിയെടുക്കേണ്ട അവസ്ഥയായിരിക്കും, അല്ലേ?
എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ആ പാത്രങ്ങളും ഭക്ഷണത്തിൻ്റെ ഓരോ കഷണങ്ങളും പിറക്കിയെടുത്തു എന്ന് ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുകയാണ്. ലോകത്തിൻ്റെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള പ്രവാചകരാണ് വീട്ടിൻ്റെ ഉള്ളറയിൽ ഭാര്യയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, മക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പഠിപ്പിച്ചവരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, സ്വഭാവം നന്നാകണം. നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഭാര്യയ്ക്കേറെ സന്തോഷമുണ്ടാകണം. നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ മക്കൾക്ക് ഏറെ സന്തോഷമുണ്ടാകണം, ആനന്ദമുണ്ടാകണം. അതല്ലാതെ വാപ്പ വരുന്നു, പിതാവ് വരുന്നു, ഉപ്പ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഭയവും വിഭ്രാന്തിയും പേടിയല്ല മക്കൾക്ക് ഉണ്ടാകേണ്ടത്, ഭാര്യയ്ക്ക് ഉണ്ടാകേണ്ടത്, മാതാപിതാക്കൾക്ക് ഉണ്ടാകേണ്ടത്. ഇന്നത്തെ കാലഘട്ടം എന്താണ്? വളരെ മോശമാണ്. കൊല്ലം ജില്ലയിലെ ഒരു ഭാഗത്താണ് വൃദ്ധയായ ഒരു സ്ത്രീയെ 24 വയസ്സ് മാത്രം പ്രായമുള്ളതായ ഒരു ചെറുപ്പക്കാരൻ മുസ്ലിമാണ് മദ്യത്തിനടിമപ്പെട്ടുകൊണ്ട് മദ്യത്തിന്റെ ചഷകങ്ങളിൽ അലിഞ്ഞു ചേർന്നവനായ ആ മനുഷ്യൻ അവസാനം വൃദ്ധയായ പ്രിയപ്പെട്ട ആ മാതാവിനെ കഴുത്തറുത്തു കൊന്നിട്ട് ആ തല അവിടെ മാറ്റിവെച്ചു, സൂക്ഷിച്ചു വെച്ചു എന്ന് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം എന്തെല്ലാം സംഭവങ്ങളാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിക്കുന്നു, ഈ വിജയത്തിന്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ അടയാളം നമ്മൾ പറഞ്ഞത് ഹുസ്നു അഖ്ലാഖിഹി, ഒരു മനുഷ്യന്റെ സ്വഭാവം നന്നാവുക എന്നുള്ളതാണ്. 4 കാര്യം നമ്മൾ പറയണം. എത്ര പറഞ്ഞു? 3 പറഞ്ഞു അല്ലേ? ഇനി 4ാമത്തെ കാര്യം പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. വസുഹബതിഹി ലിഅഹ്ലി സ്വലാ, അള്ളാഹുവിന്റെ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, വിജയത്തിന്റെ 4ാമത്തെ അടയാളം എന്തെന്നറിയോ? വസുഹബതിഹി ലിഅഹ്ലി സ്വലാ, നല്ല കൂട്ടുകാരുണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ കൂട്ടുകാരുണ്ടല്ലോ, അത് സ്വാലിഹീങ്ങളായ ആളുകളാവുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ സ്വഭാവം എങ്ങനെയാണോ അതേ സ്വഭാവത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫൽയൻളുർ അഹദുകും മൻ യുഖാലിൽ, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ കൂട്ടുകാർ ആരാകണമെന്നോ നിങ്ങൾ ചിന്തിച്ചിട്ട് തിരഞ്ഞെടുക്കണേ എന്നോ മദീനയിലെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമ്മുടെ കൂട്ടുകാര് നന്നാകണം, നമ്മുടെ കൂട്ടുകാര് സ്വാലിഹീങ്ങളായിരിക്കണം. മനുഷ്യൻ സാമൂഹിക ജീവിയാണല്ലോ. കൂട്ടുകാരില്ലാതെ നമുക്ക് ജീവിക്കുക പ്രയാസമാണ്. നമുക്കൊരു കൂട്ടുകാരെപ്പോഴും ഉണ്ടാവും അല്ലേ? മനുഷ്യന് ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രയാസമാണ്. സാമൂഹിക ജീവിയാണ് മനുഷ്യൻ. ഈ മനുഷ്യന്റെ കൂട്ടുകാർ 3 രൂപത്തിലായിരിക്കണമെന്ന് ഇമാം ഷാഫിഈ, ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു. 3 രൂപത്തിലായിരിക്കണം മനുഷ്യന്റെ കൂട്ടുകാർ. 3 രൂപത്തിലാണ് ഉള്ളത്. ഒന്നാമത്തത് ഭക്ഷണം പോലെയാണ് മനുഷ്യന്റെ കൂട്ടുകാർ. നല്ല ഉദാഹരണമാണ്. മനുഷ്യന്റെ കൂട്ടുകാരിൽ ഒന്നാമത്തെ ആള് ഭക്ഷണം പോലെയാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതി. ഭക്ഷണം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അതായത് നല്ല സ്വാലിഹായ ഒരു കൂട്ടുകാരൻ, ഇത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. രണ്ടാമതായി മഹാനവറുകൾ പറയുന്നു, മരുന്ന് പോലെയാണ്. മരുന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്നതാണ്, അതല്ലാതെ നമ്മൾ മരുന്ന് ഉപയോഗിക്കാറില്ല. മൂന്നാമത്തത് രോഗം പോലെയാണ്, ഒരാളും ആഗ്രഹിക്കാത്ത കൂട്ടുകാരൻ, അഥവാ തെറ്റിലേക്കും കുറ്റങ്ങളിലേക്കും അപരാധങ്ങളിലേക്കും മനുഷ്യനെ കൊണ്ടുപോകുന്ന കൂട്ടുകാരൻ. അങ്ങനെയുള്ള കൂട്ടുകാർ ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ കൂട്ടുകാരൻ മരുന്ന് പോലെയാണ്, ചില അത്യാവശ്യ ഘട്ടങ്ങളിലേക്ക് ഉപയോഗിക്കും അല്ലേ? അത്യാവശ്യ ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ കൂട്ടുകാരൻ വിളിക്കാൻ, അളിയാ ഒരു 10,000 ഉണ്ടെങ്കിൽ താ, കൊടുക്കും. ചിലപ്പോൾ പിന്നീട് കിട്ടൂല. അങ്ങനെയുള്ള കൂട്ടുകാരനായിരിക്കും. ചില സമയങ്ങളിൽ ആ കൂട്ടുകാരനെ കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകും.
പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് കൂട്ടുകാരുടെ രീതി എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. നമ്മുടെ കൂട്ടുകെട്ടുകൾ നന്നാക്കണം. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ടത്, നമ്മുടെ കൂട്ടുകെട്ടുകൾ നന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ അതൊരു കാരണമായിരിക്കും. കൂട്ടുകെട്ടുകൾ നന്നാക്കണം. ഇന്ന് തെറ്റിലേക്ക് കടന്നു പോകുന്നത്, കള്ളു കുടിക്കുന്നത്, ലഹരിക്കടിമപ്പെടുന്നത് കൂട്ടുകെട്ടുകൾ മോശമായതുകൊണ്ടാണ്. നമ്മുടെ സുഹൃത്തുക്കൾ മോശക്കാരായതിന്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാ അപരാധങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ നന്നാകണം. സുഹൃത്തുക്കൾ നന്നായില്ല എങ്കിൽ ആ സുഹൃത്തുക്കൾ കാരണമായി വഴിപിഴച്ചു പോകുന്ന ആളുകൾ നാളെ ആഖിറത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് വിരല് കടിക്കുന്ന, കൈകടിക്കുന്ന ദുരവസ്ഥയുണ്ടാകുമെന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. രാഷ്ട്രീയ ചരിത്രമാണ്, ഇനി ചരിത്രം പറയൂല, ശ്രദ്ധിച്ചു കേൾക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ശത്രുവായ മനുഷ്യനുണ്ടായിരുന്നു. പേര് ഉഖ്ബത്ത് ബിൻ അബി മുഈത്ത്. ആ മനുഷ്യൻ ശത്രുവാണ് എങ്കിലും ജീവിതത്തിൽ ഒരു നല്ല സ്വഭാവമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആളുകളെ വിളിച്ചുകൊണ്ട് വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി ജനങ്ങളെ സൽക്കരിക്കും. അങ്ങനെയുള്ള നല്ലൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ ഉഖ്ബത്ത് ബിൻ അബി മുഈത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടുകാരനാണ് ഉമയ്യത്ത് ബിൻ ഖലഫ്. ഇസ്ലാമിന്റെ ബദ്ധവൈരിയ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. ഈ രണ്ട് കൂട്ടുകാരും ഇങ്ങനെ ഇരിക്കെ ഒരു സന്ദർഭത്തിൽ ഉഖ്ബത്ത് ബിൻ അബി മുഈത്ത് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ആ കാലഘട്ടത്തിലെ ജനങ്ങളെ, നേതാക്കന്മാരെ, ജേതാക്കന്മാരെ വീട്ടിൽ വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വലിയൊരു സൽക്കാരം നടത്താൻ തീരുമാനിക്കുകയാണ്. വലിയൊരു സൽക്കാരം നടത്തുന്നു. നേതാക്കന്മാരെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ്. ജാതാക്കന്മാരെ എല്ലാം കൊണ്ടുവരുന്നു. അവിടെയുള്ള ആളുകളെയൊക്കെ ക്ഷണിക്കാൻ പോകുന്നു. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുന്നു. മദീനയിലെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അതാ ഉഖ്ബത്ത് ബിൻ അബി മുഈത്ത് കടന്നു വരുന്നു. അള്ളാഹുവിന്റെ റസൂലേ, എന്റെ വീട്ടിലൊരു സൽക്കാരമുണ്ട് നബിയെ, അങ്ങ് കടന്നു വരണം. ഉഖ്ബത്ത് ബിൻ അബി മുഈത്ത് നബി തങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആര് ക്ഷണിക്കാലും പോകാതിരിക്കില്ല. ക്ഷണം സ്വീകരിക്കണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ആ നബി തങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ പ്രവർത്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഖ്ബയുടെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. ഉഖ്ബയുടെ വീട്ടിൽ ധാരാളം നേതാക്കന്മാരുണ്ടോ, ധാരാളം ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഉഖ്ബയുടെ അടുക്കലേക്ക് പോയിട്ട് ഉഖ്ബയോട് പറയുന്നു, ഉഖ്ബ, അല്ലയോ ഉഖ്ബ, നീ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തയ്യാറാണോ ഉഖ്ബ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണ് ഈ വാക്ക് പറയുന്നത്. ആ സമയത്ത് ഉഖ്ബത്ത് ബിൻ അബി മുഈത്ത് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാനിതാ മുസ്ലിമായിരിക്കുന്നു നബിയേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാനിതാ മുസ്ലിമായിരിക്കുന്നു നബിയേ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി വന്നു. സൽക്കാരമൊക്കെ കഴിഞ്ഞു. ദിവസങ്ങൾ പിന്നിടുമ്പോ ഉഖ്ബത്ത് ബിൻ അബി മുഈത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടതായ കൂട്ടുകാരനുണ്ടല്ലോ, ഏറ്റവും പ്രിയപ്പെട്ടവനായ കൂട്ടുകാരൻ ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അതാ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുകയാണ്. ഉമയ്യത്ത് ബിൻ ഖലഫ് കണ്ട ഉടനെ അതാ മുഖം തിരിക്കുകയാണോ. ഉഖ്ബയദാ ഉമയ്യത്തിനോട് ചോദിക്കുന്നല്ലയോ ഉമയ്യ, നിനക്കെന്ത് പറ്റിപ്പോയടാ? ഞാനും നീയും ഒരുപാട് ബന്ധമുള്ളവനാണല്ലോ, എന്തുകൊണ്ടാണ് മൈൻഡ് ചെയ്യാതെ പോകുന്നതോ എന്നോ ഉഖ്ബയദാ ചോദിക്കുമ്പോ അതാ ഉമയ്യത്ത് പറയുന്നല്ലയോ ഉഖ്ബ, അല്ലയോ
അല്ലയോ ഉഖബാ, നീ ഇസ്ലാമിലേക്ക് കടന്നുപോയല്ലോ, നീ മുഹമ്മദ് എന്ന പ്രവാചകനെ ബന്ധവുമില്ല, ഇനിയൊരു ബന്ധവുമില്ല, നമ്മുടെ ബന്ധം ഇവിടെ അവസാനിക്കുകയാണോ എന്നോ. അതാ ഉമയ്യത്ത് ബിൻ ഖലഫ് പറയുമ്പോ ഉഖബ പറയുന്നു, അല്ലയോ ഉമയ്യ, ഞാൻ വെറുതെ ഷഹാദത്ത് കലിമ ചൊല്ലിയതാണോ? ഞാനിതാ ഇസ്ലാമിൽ നിന്നും പുറത്തു പോവുകയാണോ? സഹോദരങ്ങളെ ചിന്തിക്കണേ, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടതാ മുർത്തദ്ദായി പോവുകയാണോ? ഉഖബയദാ ഉമയ്യത്തിനോട് പറയുന്നല്ലയോ ഉമയ്യ, ഞാൻ വെറുതെ ഷഹാദത്ത് പറഞ്ഞതാണോ? മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനുണ്ടല്ലോ, മദീനയിലെ നേതാവിന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്തോ എന്നോട് പറഞ്ഞു, അല്ലയോ ഉമയ്യ, അല്ലയോ ഉഖബാ, അല്ലയോ ഉഖബാ, നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കണമെങ്കിലോ നീ ഇസ്ലാമിലേക്ക് കടന്നു വരണം ഉഖബാ. അങ്ങനെ കടന്നു വരാതിരുന്നാൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല ഉഖബാ എന്ന് മുഹമ്മദ് എന്ന പ്രവാചകന് പറഞ്ഞതുകൊണ്ടോ ആ സമയത്ത് കലിമത്തു ഷഹാദത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു പോയതോ, ഞാനിതാ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്നു എന്ന് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, തന്റെ കൂട്ടുകാരന് വേണ്ടിയാണ് ഇസ്ലാം ഒഴിവാക്കുന്നത്. ആ സമയത്തും തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഉമയ്യത്ത് ബിൻ ഖലഫ് പറയുന്നു, അല്ലയോ ഉഖബാ, തീർന്നില്ല, തീർന്നില്ല ഉഖബാ, തീർന്നില്ല. ഞാനും നീയുമായുള്ള ബന്ധം സുദൃഢമാകണമെങ്കിലോ ഞാൻ പറയുന്നത് കൂടി നീ കേൾക്കണം ഉഖബാ. എന്താണെന്നറിയോ സഹോദരങ്ങളെ, എന്താണെന്നറിയുമോ സഹോദരിമാരെ? ആ സമയത്ത് ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ബദ്ധവൈരിയായ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുകയാണോ, അല്ലയോ ഉഖബാ, ആ മുഹമ്മദ് എന്ന പ്രവാചകരുടെ അടുക്കലേക്ക് കടന്നു പോയിട്ടോ ആ പ്രവാചകന്റെ മുഖത്ത് നോക്കി നീ തുപ്പണം ഉഖബാ. സഹോദരങ്ങളെ, സഹോദരിമാരെ, തന്റെ കൂട്ടുകാരൻ പറഞ്ഞത് കേട്ടുകൊണ്ടോ അതാ ഉഖബ വീണ്ടും അതിനും തയ്യാറാവുകയോ, ഞാൻ അതിനും സന്നദ്ധനാണ്, തയ്യാറാണോ എന്നോ ഉഖബ എന്ന് പറയുന്ന ശത്രുവായ മനുഷ്യനതാ തന്റെ കൂട്ടുകാരന് വേണ്ടി സമ്മതിക്കുകയോ. അല്ലാഹുവിന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിലേക്ക് കടന്നു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. എന്നിട്ടതാ സുബ്ഹാനല്ലാഹ് ഉഖബ തുപ്പാൻ ശ്രമിക്കുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കി തുപ്പുമ്പോ പടച്ച റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. മുത്തായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ രക്ഷിതാവായ അല്ലാഹുവിനെ സഹിക്കുമോ പ്രിയപ്പെട്ടവരെ? ഇല്ല, ഇല്ല. അങ്ങനെ ശത്രുക്കളുടെ കളിക്കൊത്തു നിൽക്കാൻ അല്ലാഹുവില്ല. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഇടപെടുകയാണോ. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തുപ്പാൻ ശ്രമിക്കുന്ന സമയമുണ്ടല്ലോ, ആ ഉഖബയുടെ തുപ്പുനീരിന്റെ സ്വഭാവം മാറുന്നു. ആ തുപ്പുനീര് വലിയൊരു കണലായി, തീക്കണലായി മാറുന്നു. ഉഖബയുടെ മുഖത്തേക്ക് തന്നെ ആഞ്ഞു വന്ന് പതിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഇടപെടലുണ്ടായി പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ സഹായമുണ്ടായി പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ആ ഉഖബയുടെ മുഖത്തുള്ള പാടുണ്ടല്ലോ അവസാനം അന്ത്യം വരെയും ഉണ്ടായിരുന്നു എന്നാണ്. ഉഖബയുടെ അവസാനം വരെയും ഉണ്ടായിരുന്നു എന്നാ. ഈ വിഷയത്തിലാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങുന്നത്. വയൗമ യുഅല്ലുല്ലാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വയൗമ യഅല്ലുല്ലാലിമു അലാ യദൈഹി
യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ. അല്ലാഹുവേ, അക്രമികളായ ആളുകൾ നല്ല ആഖിറത്തിലേക്ക് കടന്നു വന്നട്ടോ. ആഖിറമെന്ന് പറയുന്ന ഭീകരമായ ബീഭത്സമായ കാലഘട്ടമുണ്ടല്ലോ സഹോദരങ്ങളെ, ഓരോ മനുഷ്യനും ഭയന്ന് വിറച്ചുകൊണ്ട് നിൽക്കുന്നതായ നിമിഷമുണ്ടല്ലോ. ആ സമയത്തോ അക്രമികളായ ആളുകളോ അല്ലാഹുവേ ആ സമയത്തറിയാതെ കരങ്ങളെ കടിച്ചു പോകുന്നതാണ്. തന്റെ കൈകളെ കടിക്കുന്നതായ ദിവസമുണ്ടോ ആ സമയത്ത് ആ മനുഷ്യരെ വിളിച്ചു പറയുന്നതാ യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ. അല്ലാഹുവേ, പുണ്യപ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവാചകരെ അംഗീകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ അല്ലാ. ആ നബി തങ്ങൾ പഠിപ്പിച്ചു തന്നതായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നിരുന്നുവെങ്കിലോ എത്രയോ നന്നായിരുന്നു നാഥാ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്നതായ ദിവസമുണ്ട് പ്രിയപ്പെട്ടവരെ. യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. അല്ലാഹുവേ, എന്റെ നാശമേ, എനിക്കുണ്ടായ നാശമേ, ഇന്ന മനുഷ്യനെ ഞാൻ കൂട്ടുകാരനായി തിരഞ്ഞെടുത്തല്ലോ അല്ലോ. അല്ലാഹുവേ, പടച്ചവനെ അങ്ങനെ പറഞ്ഞുകൊണ്ടോ വിലപിക്കേണ്ട അവസ്ഥ ആഖിറത്തിലേക്ക് കടന്നു പോകുമ്പോ ഉണ്ടാകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. സഹോദരങ്ങളെ, ചിന്തിക്കണേ. കൂട്ടുകാര് പറഞ്ഞത് കൊണ്ടല്ലേ കൊള്ളുകുടിക്കാൻ പോയതോ? തന്റെ സുഹൃത്ത് പറഞ്ഞത് കേട്ടിട്ടല്ലേ വ്യഭിചരിക്കാൻ പോയതോ? തന്റെ സുഹൃത്തിന്റെ അനുമതിയോടുകൂടെയല്ലേ പല തെറ്റുകളും ചെയ്തതോ? തന്റെ സുഹൃത്തും കൂട്ടുകാരനുമൊക്കെ വിളിച്ചതിന്റെ പേരിലല്ലേ എന്തെല്ലാം അപരാധങ്ങൾ, പാപങ്ങൾ, കുറ്റങ്ങൾ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുപോയി. അല്ലാഹുവേ, നാളാഖിറത്തിലേക്ക് പോകുമ്പോ സ്വന്തം കൈകളെ കിടിക്കുന്നതായ വിലപിക്കുന്നതായ അവസ്ഥയുണ്ടാകുമെന്നോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സ്വന്തമായി നമ്മുടെ കൈകളെ കടിച്ചുകൊണ്ട് വിലപിക്കേണ്ടുന്നതായ അവസ്ഥയുണ്ടാകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ കൂട്ടുകെട്ടുകൾ നന്നാക്കണം, നമ്മുടെ കൂട്ടുകാര് നന്നായിരിക്കണം. ഒരു വിജയത്തിന്റെ അടയാളം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. വളരെ ചുരുക്കിയാണ് പറയുന്നത്. തയ്യാറല്ലേ? ഒരെണ്ണം മാത്രം. വിജയത്തിന്റെ 4ാമത്തെ അടയാളമാണ് നമ്മൾ പറഞ്ഞത്. 5ാമത്തെ വിജയത്തിന്റെ അടയാളം ഒരു മനുഷ്യന്റെ സമയങ്ങളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമയങ്ങൾ വേസ്റ്റാക്കി നമ്മൾ കളയുന്നു. കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ ആവശ്യമില്ലാതെ മൊബൈൽ ഫോണിൽ ചിലവഴിക്കുന്ന ആളുകളുണ്ട്. ആവശ്യത്തിന് വേണ്ടിയല്ല, ആവശ്യമില്ലാതെ ചിലവഴിക്കുന്ന ആളുകൾ. നമ്മുടെ മക്കൾക്ക് നമ്മൾ ഫോൺ കൊടുക്കുന്നുണ്ട്, അല്ലേ? നമ്മുടെ മക്കൾക്ക്, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ചെറിയ മക്കൾക്ക് വരെ അവർ നിർബന്ധം കാണിക്കാതിരിക്കാൻ വേണ്ടി, കരയാതിരിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ കൊടുക്കും. എത്ര മണിക്കൂർ വേണമെങ്കിലും ആ കുട്ടികൾ അതിലങ്ങ് ഇരുന്നോളും, ഒരു പ്രശ്നമില്ല. അങ്ങനെയുള്ള അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ചെറിയ പ്രായത്തിലെ നമ്മുടെ കുട്ടികളെ അതിൽ നിന്ന് നിയന്ത്രിക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം മൊബൈൽ ഫോൺ എല്ലാ കാര്യങ്ങൾക്കും ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. അനാവശ്യങ്ങൾ ഒരിക്കലും അതിലൂടെ പാടില്ല. നമ്മുടെ സമയങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൈസ മിൻ യൗമിൻ യഅതി അല ഇബ്നി ആദം ഇല്ലാ യുനാദി ഫീ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ, ഓരോ ദിനരാത്രങ്ങളും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ദിവസങ്ങൾ നമ്മോട് വിളിച്ചു പറയുമത്രേ, യബ്ന ആദം, അല്ലയോ ആദം സന്തതികളെ, അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്,
ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. ഓരോ ദിവസങ്ങളും നമ്മോട് വിളിച്ചു പറയുന്നതാണ്, വഅന ഫീമാ തഅമലു അലൈക ഗദാ ഷഹീദ്. നീ പ്രവർത്തിച്ചതായ ഓരോ കാര്യങ്ങളിലും നാളെ ആഖിറത്തിലേക്ക് കടന്നു പോകുമ്പോ ഞാൻ നിനക്ക് സാക്ഷി നിൽക്കുന്ന അവസ്ഥയുണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഫഅമൽ ഫിയ ഖൈറാ, ഞാനിങ്ങനെ കടന്നു വരുമ്പോ എന്നിൽ നീ നന്മകൾ പ്രവർത്തിക്കണേ, സുഹൃതങ്ങൾ ചെയ്യണേ. അങ്ങനെ നന്മകൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അഷ്ഹദു ലക ബിഹി ഗദാ, ആഖിറത്തിലേക്ക് കടന്നു പോകുമ്പോ നിനക്ക് അനുകൂലമായ സാക്ഷി നിൽക്കുന്ന അവസ്ഥയുണ്ടാകുന്നതാണ്. എന്നിൽ നീ തെറ്റുകളാണ്, അപരാധങ്ങളാണ്, ഹറാമുകളാണ് ചെയ്യുന്നതോ എങ്കിലോ നിനക്കെതിരെ സാക്ഷി നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഫഅമൽ ഫിയ ഖൈറാ, എന്നിൽ നീ നന്മ പ്രവർത്തിക്കണേ എന്ന് ഓരോ ദിവസവും നമ്മോട് വിളിച്ചു പറയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണോ, സമയത്തിന്റെ വിലയറിയണമെങ്കിലോ ഒരു മനുഷ്യനും മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുമെന്നാണ്. അല്ലാഹുവേ, അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ റൂഹ് പിടിക്കാൻ വേണ്ടി കടന്നു വരുന്നതായ സമയത്തു ഓരോ മനുഷ്യനും ഒരു സെക്കൻഡിന്റെ വില പോലും തിരിച്ചറിയുമെന്നോ അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹാ. അല്ലാഹുവേ, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ അടുത്ത് നിൽക്കുന്നതായ സമയത്ത് ഓരോ മനുഷ്യനും പറയുന്നതാണ്, വിലപിക്കുന്നതാ, അഖ്രിജ്നാ, അല്ലാഹുവേ ദുനിയാവിലേക്ക് എന്നൊന്ന് പറഞ്ഞേക്കണേ. എന്നാൽ നഅമൽ സാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ, മുമ്പ് ചെയ്യാത്തതായ നല്ല നല്ല പ്രവർത്തനങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരാം തമ്പുരാനേ. فيقول رب لولا أخرتني إلى أجل قريب. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നതാണ്, അല്ലാഹുവേ, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ അടുക്കലേക്ക് വന്നിട്ട് നിൽക്കുന്ന സമയത്തോ ആ സമയത്ത് അല്ലാഹുവിനോട് താണ് കേണപേക്ഷിച്ചുകൊണ്ടോ നമ്മൾ പറയുന്നൊരു വാക്കുണ്ടോ, നാഥാ ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അല്ലാഹുവേ, കുറഞ്ഞ സമയമെങ്കിലും എനിക്ക് നീ നൽകി കഴിഞ്ഞാൽ ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. കുറഞ്ഞ സമയത്തിന്റെ വിലയാണ് നാം അവിടെ തിരിച്ചറിയേണ്ടതോ. ഒരു സെക്കൻഡ് പോലും അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അല്ലാഹുവേ, ആ സമയത്ത് ഫഅസ്സദ്ദഖ, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ സ്വതക്ക ചെയ്യാമല്ലോ, പള്ളിക്ക് വേണ്ടി ഞാൻ കൊടുക്കാമല്ലോ, അല്ലാഹുവേ ഇതുപോലെയുള്ള ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുക്കാൻ തയ്യാറാണ് അല്ലോ. ഫഅകും മിനസ് സാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളിൽ ഞാൻ ഉൾപ്പെടാമല്ലോ. സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട്, സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട്, കൃത്യമായി നിസ്കരിക്കുന്നവനായി, കൃത്യമായി പള്ളിയിലേക്ക് കടന്നു പോകുന്നവനായി, അല്ലാഹുവേ നിനക്കിഷ്ടപ്പെട്ടതായ പ്രവർത്തനങ്ങളിലായി കഴിഞ്ഞുകൂടുന്ന അവസ്ഥയുണ്ടാകുമല്ലോ. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, കുറഞ്ഞ സമയമെങ്കിലും എനിക്കൊന്ന് പിന്തിപ്പിച്ച് തന്നാൽ മതി റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന സമയമുണ്ട് പ്രിയപ്പെട്ടവര്. അങ്ങനെയുള്ള സമയം കടന്നു വരുന്നതിന് മുമ്പോ നമ്മുടെ സമയങ്ങൾ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കണേ, നഷ്ടപ്പെടുത്തി കളയല്ലേ സഹോദരങ്ങള്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സമയങ്ങൾ ഒരിക്കലും നമ്മൾ വൃഥാവിലാക്കാൻ പാടില്ല. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? എന്തൊക്കെയാ പറഞ്ഞതെന്ന്? ഉറങ്ങിയോ? ഇല്ല. എന്തൊക്കെയാ പറഞ്ഞെന്ന് ഓർമ്മ ഉണ്ടോ? പ്രധാനമായി 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തത് നോട്ട് ചെയ്ത് വെക്കണേ. ഒന്നാമത്തത് തൈസീറു ത്വാഅത്ത്, ഇബാദത്ത് എളുപ്പമാവുക എന്നുള്ളതാണ്. നമ്മൾ വിജയിക്കാനുള്ള അടയാളമാണ്.
നമുക്ക് ഇബാദത്ത് എളുപ്പമായി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനുള്ള ഒന്നാമത്തെ അടയാളമാണ്. രണ്ടാമത്തത് മുവാഫഖത്തു സുന്നത്തി ഫി അഫ്ആലിഹി, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഫർളായ കാര്യങ്ങളിൽ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച നബി തങ്ങളുടെ ചര്യകൾ കുറച്ചെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. മൂന്നാമത്തത് ഹുസ്നു അഖ്ലാഖിഹി, നമ്മുടെ സ്വഭാവം നന്നാക്കാൻ നമ്മൾ ശ്രമിക്കണം. സ്വഭാവം നന്നായി എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് നമ്മൾ പറഞ്ഞത് കോപമില്ലാതിരിക്കുക എന്നുള്ളതാണ്. അതിനെ ഒന്ന് അടക്കി വെച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്വഭാവം നന്നാവും. നാലാമതായി മഹാന്മാർ പഠിപ്പിക്കുന്നു വസ്സുഹ്ബത്തിഹി ലി അഹ്ലി സ്വലാഹ്, നമ്മുടെ കൂട്ടുകാര് നന്നാവുക, സ്വാലിഹീങ്ങളായ ആളുകളായിരിക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി നിസ്കരിക്കുന്ന അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടുകാരാണെങ്കിൽ നമ്മൾ ഒരു വക്കത്തിന് പള്ളിയിൽ പോയില്ല എങ്കിലും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആളുണ്ടാകും, നമ്മെ ഉപദേശിക്കാൻ ആളുണ്ടാകും. നമ്മുടെ ഭാര്യമാർ സ്വാലിഹത്തായ നമ്മുടെ കൂട്ടുകാരിയായി മാറണം. നമ്മുടെ ഭാര്യമാർ സ്വാലിഹത്തായ നമ്മുടെ സ്വന്തം കൂട്ടുകാരിയായി മാറണം. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റുകൾ കാണുമ്പോൾ പരസ്പരം പറഞ്ഞുകൊടുത്ത് തിരുത്തണം, നന്മയിൽ പ്രേരിപ്പിക്കണം. അങ്ങനെ ആയിരിക്കണം ഭർത്താവും ഭാര്യയും തമ്മിൽ. അങ്ങനെ ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. അഞ്ചാമതായി മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിക്കുന്നു മുറാഅതുഹു ലിഔഖാതിഹി, നമ്മുടെ സമയങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഇന്ന് പ്രഥമ ദിവസമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ 2 മണിക്കൂർ ആകുന്നതിന് മുമ്പ് തന്നെ നിർത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഈ സദസ്സിന് വേണ്ടി സഹായിക്കുന്ന, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും നല്ലവരായ നാട്ടുകാർ, സഹോദരങ്ങൾ, സഹോദരിമാർ, അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്തിട്ട് നമുക്ക് പിരിയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലി.